പുലരട്ടെ, ഉയരേ രക്തക്കൊടി പാറട്ടെ, ഉയരേ രക്തക്കൊടി പാറട്ടെ, ഉടലിൽ ചോര തിളച്ചുയരട്ടെ, ഉടലിൽ ചോര തിളച്ചുയരട്ടെ, മണലിൽ ചോരച്ചാലൊഴുകട്ടെ, മണലിൽ ചോരച്ചാലൊഴുകട്ടെ, ചാലുകൾ ചേർന്നൊരു പുഴയാകട്ടെ, ചാലുകൾ ചേർന്നൊരു പുഴയാകട്ടെ, പുഴയോ വലിയൊരു കടലാകട്ടെ, പുഴയോ വലിയൊരു കടലാകട്ടെ, ആർത്തിരമ്പും കടലിനെ നോക്കി, ആർത്തിരമ്പും കടലിനെ നോക്കി, വേട്ടപ്പട്ടി കുരയ്ക്കട്ടെ. മെയ് ദിനം ആചരിച്ചു. അന്താരാഷ്ട്ര തൊഴിൽ ദിനത്തോടനുബന്ധിച്ച് ഹെഡ്ലോഡ് യൂണിയൻ CITU പാണഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മെയ് ദിനം ആചരിച്ചത്. പട്ടിക്കാട് സെന്ററിൽ നടന്ന പരിപാടിയിൽ യൂണിയൻ മേഖലാ സെക്രട്ടറി PV സുദേവൻ പതാക ഉയർത്തുകയും തൊഴിലാളി ദിന സന്ദേശം നൽകുകയും ചെയ്തു. രാജ്യം വീണ്ടും ഒരു തൊഴിലാളി ദിനം ആചരിക്കുമ്പോൾ രാജ്യത്തെ തൊഴിലാളികളെയും തൊഴിലാളി സംഘടനകളെയും ഇല്ലായ്മ ചെയ്യുന്ന നടപടികളുമായി നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും PV സുദേവൻ പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് അജി ദേവസി സ്വാഗതം പറഞ്ഞു. മേഖലാ പ്രസിഡന്റ് ബിജു വർഗീസ് അധ്യക്ഷത വഹിച്ചു. എന്നാൽ ഇനിയും പുറകോട്ടില്ല. ലോകത്തിൽ ഇന്ന് ഏറ്റവും നന്നായി തൊഴിലാളികൾക്ക് വേണ്ടി ആചരിക്കുന്ന ഒരു ദിവസമാണ് മെയ് 1. ആദ്യകാലത്ത് അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ച് സമരം നടത്തി നൂറുകണക്കിന് തൊഴിലാളികളുടെ ജീവൻ വെടിഞ്ഞ ദിവസമാണെന്നും മെയ് 1. ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത്, അതായത് തൊഴിലാളി വർഗത്തെ അടിച്ചമർത്തുന്ന ഒരു നയമാണ് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്ന BJP സർക്കാർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം തന്നെ ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് UPയിൽ, അതായത് BJPയുടെ ഏറ്റവും വലിയ നേതൃത്വം ഭരിക്കുന്ന സ്റ്റേറ്റായ UPയിലെ നോയിഡയിൽ കുറേ ദിവസങ്ങളായി അവിടെ അധ്വാനിക്കുന്ന വർഗത്തിന് ശരിയായ രീതിയിൽ അർഹതപ്പെട്ട കൂലി കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ഏറ്റവും നല്ല രീതിയിൽ CITUവിൻ്റെ നേതൃത്വത്തിലും മറ്റ് നമ്മൾ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലും വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുക. അതിനെതിരെ അവിടുത്തെ സഖാക്കളെ, അതുപോലെ തന്നെ നമ്മുടെ വളരെയധികം ചെറുപ്പക്കാരായ തൊഴിലാളികളെ വരെ അവിടുത്തെ BJP സർക്കാർ ജയിലിലടക്കിയിട്ടുണ്ടായി. നമ്മുടെ CITUവിൻ്റെ നേതൃത്വം അതിൽ വിപുലമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ തന്നെയാണ് നമ്മളിന്ന് സർവ്വദേശീയ തൊഴിലാളി ദിനം നമ്മൾ മെയ് 1 ആചരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, കഴിഞ്ഞ കാലഘട്ടത്തെക്കാൾ ഉപരി നമ്മൾ തൊഴിലാളി ഐക്യത്തിന് വേണ്ടി ഒന്നും കൂടി വർഗ സമരം മുന്നോട്ട് ഒന്നും കൂടി നടത്തേണ്ട കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക.